ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. സിയാത്തിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ 4 ദിവസത്തെ തുടർച്ചയായ റാലി. ആ ഒരു റാലിയിൽ ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു ഹയർ ലെവൽസിൽ. ഇന്നലെ 25,100 മുകളിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റിയാണ്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നൊരു 80 പോയിന്റ് ഉയർന്നതിന് ശേഷമാണ് സീവിയർ സെല്ലിംഗ് പ്രഷർ കണ്ടത്. മാർക്കറ്റ് റിക്കവറി ചെയ്യാൻ ശ്രമിച്ചുവെങ്കിൽ കൂടിയും ഒരു 39 പോയിന്റിൻ്റെ ഒരു ഫോള് നിഫ്റ്റി ഉണ്ടാക്കി. നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് കാണാം. നിഫ്റ്റിയുടെ ചാർട്ട് ആദ്യം ഒന്ന് ഉയർന്നു, 25,182 റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. സഡൻ ഫോള്, അതായത് ഇന്നത്തെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 172 പോയിന്റിൻ്റെ ഫോള് രേഖപ്പെടുത്തി. 25,000 പൊട്ടുമോ എന്നുള്ളൊരു പേടി നമ്മളിൽ ജനിപ്പിച്ചു. എന്നാൽ 25,000 നിന്ന് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്തു, വീണ്ടും ഫോളോ ചെയ്തു. മാർക്കറ്റ് ഇന്ന് അതീവ വോളറ്റിലായിട്ട് നിലകൊണ്ടപ്പോൾ നിഫ്റ്റിയിൽ നിന്ന് ടൈറ്റാൻ, ഇൻഫോസിസ്, TCS, ടെക്കം, HCL ടെക് തുടങ്ങിയ കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇതിൽ ടൈറ്റാൻ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് 4,000 കവിഞ്ഞു. ഇൻഫോസിസ്, TCS, HCL ടെക്കിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് നാളെ കഴിഞ്ഞ് വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് റാലി. ഇന്ന് ഫോൾ ആയത് ഓട്ടോ സെക്ടറിൽ പ്രധാനമായിട്ടും ടാറ്റ മോട്ടോഴ്സാണ്. GLRനെല്ലാം തന്നെ പ്രൊഡക്ഷൻ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. 2.3% ഒരു ഫോള്. അൾട്രാടെക് സിമെൻറ്റ് 1.5, ജിയോ 1.69, ട്രെൻഡ്, ONGCയും ഫോള് രേഖപ്പെടുത്തി. ജിയോ ഫോള് രേഖപ്പെടുത്തിയപ്പോൾ ഇന്ന് റിലയൻസും ഫോള് രേഖപ്പെടുത്തി. 1.2% മുകളിൽ റിലയൻസും ഫോള് രേഖപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റിക്ക് ഇന്ന് മുകളിലേക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. എന്നാൽ മെറ്റൽ സ്റ്റോക്കുകളിൽ ഒരു ബൈയും കണ്ടു. നാൽക്കോ, ഹിൻഡൽക്കോ തുടങ്ങിയ കമ്പനീസിലെല്ലാം തന്നെ ഒരു നേട്ടം കൈവരിച്ചു. ഓട്ടോ സെക്ടേഴ്സ്, ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനീസിൽ ഒരു ഫോള് രേഖപ്പെടുത്തി. ഗവൺമെൻറ് ഹോസ്പിറ്റൽ സെക്ടറിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ ഭാഗമാണെന്നോണം യഥാർത്ഥ ഹോസ്പിറ്റൽ, ഫോർട്ടിസ് ഹെൽത്ത് കെയർ തുടങ്ങിയ കമ്പനീസിൽ നല്ല ഒരു റാലി രേഖപ്പെടുത്തി. ഗോൾഡിൻ്റെ പ്രൈസ് ഉയർന്നപ്പോൾ സ്കൈ ഗോൾഡ്, തങ്കമേൽ ജ്വല്ലേഴ്സ് തുടങ്ങിയ ഈ ജ്വല്ലറി സെഗ്മെൻറ്റിലുള്ള കമ്പനീസ് ടൈറ്റാനോടൊപ്പം തന്നെ റാലി രേഖപ്പെടുത്തി മുന്നേറി. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ ഏറ്റവും താഴേന്ന് നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ട്രേഡിങ് തുടർന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ കാഴ്ചയാണ് ഏറ്റവും താഴെ കാണുന്നത്. അതിലെ ഏറ്റവും താഴെ FTSE പ്ലസ് ആണ് 84 പോയിൻറ്റ്, ഫ്രാൻസ് 65 പോയിൻറ്റ്, ജർമ്മൻ 159 പോയിൻറ്റ്. ഇന്ത്യ വിക്സ് ഇന്ന് 2.72% സ്പൈക്ക് ഉണ്ടായി. ജപ്പാൻ മാർക്കറ്റ് 2 ദിവസത്തെ ശക്തമായ റാലിക്ക് ശേഷം ഇന്നൊരു 164 പോയിൻറ്റ് ഇടിഞ്ഞു. കൊറിയ 93 പ്ലസ്, ചൈന 20 പോയിൻറ്റ് ഫ്ലാറ്റ്, ഓസ്ട്രേലിയ നെഗറ്റീവ്. ഗോൾഡ് കാണാം, $51 പെർ ഔൺസിന് ഉയർന്ന് $4,035. ബ്രൻഡ് ഓയിൽ 66. ബിറ്റ്കോയിനിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്, 1,300 പോയിൻറ്റ് ഇടിവ്. ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്. നിഫ്റ്റി കാണാം, നിഫ്റ്റി ഫ്യൂച്ചർ 25,115 ആണ്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഫ്യൂച്ചറിൽ 50 പോയിൻറ്റിൻ്റെ ഒരു പ്ലസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ US നോക്കുകയാണെങ്കിൽ ഇന്നലെ ടെസ്ല ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ 4% ഒരു ഫോള് ഉണ്ടായിരുന്നു. US മാർക്കറ്റ് ഓൾ ടൈം ഹൈ തന്നെയാണ് നിലകൊള്ളുന്നത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ IT കമ്പനീസിൻ്റെ, TCSൻ്റെ ഒക്കെ റിസൾട്ടാണ് 9-ാം തീയതി, നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് IT കമ്പനീസിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫ്രഷ് ബൈയിങ് IT സ്റ്റോക്കിൽ ഇന്ന് കണ്ടു എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം. ഗോൾഡ് പ്രൈസ് ദീപാവലി കാരണം ഉയർന്നത്, കൂടാതെ തന്നെ ടൈറ്റാൻ ഉൾപ്പെടെയുള്ള കമ്പനീസും തങ്കമയിൽ അങ്ങനെയുള്ള ഒരുപാട് ജ്വല്ലറി സെഗ്മെൻറ്റുള്ള കമ്പനീസിലും അത് ശക്തമായിട്ടുള്ളൊരു ഗുണകരമായിട്ട് ഭവിച്ചു. നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടും ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സെല്ലാം തന്നെ കണ്ടു. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. ഈ വരുന്ന ശനി, ഞായർ ദിവസങ്ങളിൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന കോഴ്സ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനിൽ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ബന്ധപ്പെടാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം സോളാർ ഇൻഡസ്ട്രീസ് ആണ്. 483 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ലഭിച്ചു. ആസ്റ്റർ, ICRA എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസി ആസ്റ്ററിനെ അപ്ഗ്രേഡ് ചെയ്തു. അജ്മീറ റിയാലിറ്റി ഇവരുടെ പ്രീ സെയിൽസ് എല്ലാം തന്നെ 4% ഉയർന്ന പ്രീ സെയിൽസ് റെക്കോർഡ് ഇവർക്ക് കിട്ടി. സാത്വികർ ഗ്രീൻ എനർജി കമ്പനി 488 കോടി രൂപയുടെ സോളാർ മൊഡ്യൂൾസിൻ്റെ ഓർഡർ ലഭിച്ചു. കോൾ ഇന്ത്യ കമ്പനി ഐക്കോൺ ഇൻ്റർനാഷണലായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. GRC കമ്പനി സെൻട്രം ഇലക്ട്രോണിക്സ് ആയിട്ട് ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സാണ്, അവർ പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. തിലക് നഗർ ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ പെർണോഡ് റിക്കാർഡോ എന്ന കമ്പനീനെ ബൈ ചെയ്യാനായിട്ടുള്ള തീരുമാനം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവൽ കൊടുത്തു. ശാന്തി ഗോൾഡ് 60% റവന്യൂ ഉയർന്നതായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തു. ഡ്രീം ഫോക്ക് കമ്പനീസ്
അവർ ഗ്ലോബൽ പ്രീമിയം എയർപോർട്ട് ലോഞ്ച് എയർപോർട്ടുകളിൽ തന്നെ സെറ്റപ്പ് ചെയ്യാനായിട്ട് അവർ WSFX എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് ടൈപ്പായി. റിലയൻസ് ജിയോ ഭാരത് ഫോണ് 800 രൂപയിൽ താഴെയുള്ള ഫോണാണ് അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. IIFL ഫിനാൻസ് കമ്പനി മിസ്റ്റർ ഗിരീഷ് കൗസികി പുതിയ MD ആയിട്ട് നിയമിതനായി. സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പവർ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കമ്പനി 68 കോടി രൂപയുടെ ഓർഡർ അജ്മീറ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് കമ്പനി 31% റവന്യൂ ഗ്രോത്ത് കമ്പനി റിപ്പോർട്ട് ചെയ്തു. ഗ്ലോബ് ഇൻ്റർനാഷണൽ കമ്പനി പുതിയ റിന്യൂവബിൾ എനർജി ഡിവിഷൻ കമ്പനി ലോഞ്ച് ചെയ്തു. ഇൻഫിബീം അവന്യൂ കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ AI പ്ലാറ്റ്ഫോം പേയ്മെൻറ്റ് ഗേറ്റ്വേ അവർ ലോഞ്ച് ചെയ്തു. ടിറ്റാഗർ റെയിൽവേ കമ്പനി മന്ത്ലി 1000 വാഗൺ ഉണ്ടാക്കാനായിട്ട് കമ്പനി ഇവരുടെ ടാർഗറ്റ് നിശ്ചയിച്ചു. എമിക്കോൺ ഇലക്ട്രോൺ കമ്പനി ഇവർ KDA സെക്യൂരിറ്റീസ് ഈ ഒരു കമ്പനിയുടെ സ്റ്റേക്ക് അക്വയർ ചെയ്തു. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്കിൽ നിന്ന് 20% UC പോയി. ടൈറ്റാൻ കമ്പനി ബെർസിൻ എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം ടൈറ്റാനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കിനി Q2 റിസൾട്ടുകൾ ഫലങ്ങളാണ് വരുന്നത്. നമ്മൾ ട്രേഡബിലിറ്റി ടാബിൽ അതിൻ്റെ ഓരോ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡബിലിറ്റി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യുക. അതുമാത്രമല്ല പല IPO വരെയുള്ള പല ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. അപ്പോൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിലുള്ള ആളുകൾക്കും ഈവൻ മാർക്കറ്റിൽ ഇല്ലാത്ത ആളുകൾക്ക് പോലും ഗ്ലോബലിയും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഏതൊരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്, പഠിക്കുന്ന കുട്ടികൾക്ക് എസ്പെഷ്യലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നും കൊടുക്കാതെ വാർത്തകളിൽ ഇടം പിടിച്ച സ്റ്റോക്കുകളുടെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഒരേപോലെ തന്നെ അത് എന്നെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭ രാത്രി നേരുന്നു. നാളെ രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു ഓൾ.